ഇന്ന് രാവിലെ തന്നെ നമ്മൾ പച്ചമുളക് എടുക്കാൻ വന്നതാട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ഇന്നത്തെ രാവിലത്തെ ചായക്കടിക്ക് വേണ്ടിയിട്ടാണ്, ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഉണ്ടോ? അപ്പോൾ പെട്ടെന്ന് നമ്മൾ മരത്തുമുള്ള കാരണം എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും പൊടി വന്നിട്ട് പറിച്ചിട്ട് പോയാൽ മതി. മുന്നേ കുട്ടി പറിച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല ഫ്രഷ് മുളക് എടുത്തിട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി മോഡൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, പിന്നെ സിമ്പിളായിട്ട് നമുക്ക് തിന്നാൻ പറ്റണ ഒരു ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവിക്കുള്ള കുറച്ച് നാളികേരം കേട്ടോ. ഉള്ളിയൊക്കെ മൂത്തുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഇട്ടത് എന്തൊക്കെയാണ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളാദ്യം കടുക് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിൽ കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ആ ഉഴുന്ന് പരിപ്പും പൊട്ടിയതിന് ശേഷം പച്ചമുളകും അതേപോലെ വലിയ ഉള്ളിയില്ലേ അതും ക്യാരറ്റും കൂടി ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഇത് കറിവേപ്പിലയും കൂടി ഒന്ന് മൂക്കണം കേട്ടോ. മൂത്തതിന് ശേഷം ഇപ്പോൾ പണികളൊന്നുമില്ല. ചെറുതായിട്ട് ഈ ഇതിന് മാത്രം ചെറിയൊരു ഉപ്പിട്ട് കൊടുക്കട്ടെ നമുക്ക്. കാരണം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബ്രെഡ് ഉപ്പുമാവാണ്. ബ്രെഡ് ഇങ്ങനെ പിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി പിച്ച് ഇട്ടോ ഞാൻ അപ്പം മാത്രമേ അതിനാക്കി എടുത്താണ്. ഇത് മധുരമാവുകൊണ്ടേ നമുക്ക് ഓവറായിട്ട് ഉപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ മൂട്ടേൻ്റെ ശേഷം നമുക്കിന്ന് ഈ ബ്രെഡിനതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ബ്രെഡ് വെറുതെ നമുക്ക് ചായയിലൊക്കെ മുക്കി തിന്നാനൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് നിൽക്കും ചെയ്യും. കാരണം ക്യാരറ്റൊക്കെ അല്ലേ നമ്മൾ കൂട്ടുന്നത്. ഇതിലേക്ക് നമ്മൾ ചരികി വെച്ചിട്ടുള്ള ഈ നാളികേരം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി നല്ലോണം മിക്സാക്കി. അത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല പരിപാടി. ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ. ഇത്രയുള്ളൂ കേട്ടോ പരിപാടി. സംഭവം റെഡി ആയിട്ടുണ്ട്. ഡയറ്റിനുള്ള മുട്ടയാണ് കേട്ടോ. മുട്ട പുഴുങ്ങിയതാണ്. ചില ദിവസം പുഴുങ്ങും, ചില ദിവസം പുൾസായി ആക്കിയിട്ട് എടുക്കും കേട്ടോ. എന്നിട്ട് കുരുമുളകൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കും. ഇതാകുമ്പോഴും നടുക്കിങ്ങനെ മുറിച്ചതിൻ്റെ ശേഷം കുരുമുളക് പൊടിയൊക്കെ ആക്കിയിട്ട് കൊടുക്കും. ഓരോ ദിവസം ഓരോ പോലെയാണ്. പക്ഷെ ഇതെന്നും നിർബന്ധമായിട്ടും വേണ്ട സാധനമാണ് കേട്ടോ ജിമ്മിന്. പിന്നെ ഇത് അമ്മയ്ക്കുള്ളതാണ്. മുട്ടയ്ക്ക് കളർ വ്യത്യാസം കണ്ടില്ലേ. ഇത് നാടൻ കോഴിൻ്റെ മുട്ടയാണ് കേട്ടോ. ഇത് നമുക്ക് ഇന്നലെ ചേച്ചീൻ്റെ മോള് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല പൈസ. ഈ സാധാ മുട്ടേനേക്കാളും ഈ മുട്ടയ്ക്കാണ് പൈസ കൂടുതൽ. പക്ഷേ ഇത് ഇത്ര ചെറുതാ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുട്ടേനേക്കാളൊക്കെ നല്ലത് ഇതാണ് എന്നാ പറയുക. എൻ്റെ പാറുക്കുട്ടിക്കുള്ള ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇത് ഞാനിപ്പോൾ പുഴുങ്ങി വെച്ചെന്നുള്ളൂ. ഒറ്റടിക്ക് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. കുറച്ച് ചാറിൽ വേണം കേട്ടോ. നക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചാറ് വേണ്ടത്. നമുക്കൊരു 7 മണി ഒക്കെ കഴിയുന്ന സമയത്ത് ഇത് കൊടുക്കണം. ഇപ്പം തന്നെ അവിടെ പുറത്താക്കി വെച്ചതാണ്. എവിടെയാണ് മാമു? ഉണ്ട്. എന്താ കയ്യില് ചൂടാണ്. അയ്യോ, എവിടെയായിരുന്നു? ചൂടായിട്ടാണ് വിട്ടൊഴിഞ്ഞ് നിൽക്കണതേ. ഒരു ദിവസം പൊള്ളിയിട്ടുണ്ട് ചുണ്ട്. ഒരു ദിവസം ചിക്കൻ കൊടുത്താൽ എന്നൊന്നും ചിക്കൻ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു ദിവസം ചിക്കനാണ്, ഒരു ദിവസം മീനാട്ടോ കൊടുക്കല്. പച്ചമീൻ നോക്കുമ്പോൾ മത്തിയൊക്കെ കൊടുക്കുന്നതാണ് നല്ലതെന്ന്. അതിപ്പോൾ മനുഷ്യന്മാർക്കായാലും മത്തിയല്ലേ കൊടുക്കല്. അതുപോലെ തന്നെ മത്തി കൊടുക്കുക. അതുപോലെ നല്ല മാംസം നല്ല മീൻ നോക്കിയിട്ട് ചൂതമീൻ അതൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. അതൊക്കെ ഓരോ കഷ്ണേ പാടുള്ളൂ കേട്ടോ. പിന്നെ അതും അല്ലെങ്കിൽ മുട്ട കൊടുക്കാം. മുട്ടയിൽ കുഞ്ഞ് കഷ്ണം കൊടുക്കാം. നടുഭാഗം ഉൾപ്പെടെ ചെറിയൊരു കഷ്ണം. പക്ഷെ അതിനോട് അത്ര എനിക്ക് താല്പര്യമില്ല. ഇത് തിന്നണമെങ്കിൽ തന്നെ ആ നടുഭാഗം മാത്രമേ തിന്നുള്ളൂ. ആ വെള്ള ഭാഗം തിന്നൂല. ചിക്കൻ കൊടുത്താൽ പിന്നെ വടിച്ച് തിന്നും കേട്ടോ. പ്ലേറ്റ് കാര്യമാക്കി തരും. ചിന്നോളി
ഉണ്ട്. പിന്നെ ഇതാണ്ടോ റോബസ്റ്റ് പഴമാണ് കേട്ടോ. പിന്നെ പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, രാവിലെ നേരിട്ടെടുത്ത് കഴുകി നമ്മൾ ആവശ്യത്തിന് മുറിച്ചിട്ടാൽ മതി. ഈ ഗ്ലാസ്സൊക്കെ നമുക്ക് അന്ന് വീട്ടിൽ കൊടുന്ന് കിട്ടിയ ഗ്ലാസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഒരെണ്ണം നമുക്ക് 4 ആക്കി കണക്കാക്കി 4 ഞാൻ എടുത്താട്ടോ. ഒരെണ്ണം കൂടി അവിടെ ഉണ്ട്. പിന്നെ കണ്ട നല്ല ഭംഗിയില്ലേ, ഇത് വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ. ടാഗ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഒപ്പം ഒരു കുഞ്ഞ് ജഗ്ഗും കൂടി ഉണ്ട് കേട്ടോ. അതിൽ ചായ എടുത്തിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെ ഈ പാത്രത്തിൽ എടുക്കുന്നുള്ളൂ. നല്ല വെറൈറ്റി കളറിൽ വെറൈറ്റി പ്രിൻ്റൊക്കെ ആയിട്ടുള്ള രസത്തിൽ. ടാറ്റാ. പിന്നെ ടാറ്റാ. നമ്മൾ വെള്ളം എടുക്കാൻ പോവാണ് കേട്ടോ. ചോറ് ചായ ഒക്കെ വെക്കാൻ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഈ ജലനിധി വെള്ളം എടുക്കാം. പൈപ്പിൽ നിന്ന് അവിടുന്ന് നേരിട്ട് വരുന്ന വെള്ളം അത്. കടലാസ് പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളടുത്ത് 5-6 തരം ഉണ്ട്. എന്തോട്ട് കഞ്ഞിക്ക് നമുക്ക് എന്താ പറയുക റൈസ് കുക്കറിക്ക് മാറ്റണം. റേഷൻ കടയത്തെ അരി എടുക്കാം. കുറച്ച് നേരം കൊണ്ട് നമ്മൾ ചെറിയൊരു പണി കഴിഞ്ഞപ്പോഴേക്കും ഇത് വന്നിട്ടുണ്ടാവും. Okay.
മുടി നിൽക്കാം. ഇത് കഴിച്ചേക്ക കുറച്ച് നേരം. ഇങ്ങോട്ട് വാ. ഇത് തയ്ക്കുക കഴുത്തത് തിന്നാൻ തരില്ല. അപ്പോൾ തന്നില്ലേ? മുടിയിലേക്ക് നമുക്ക് വാ. ഇങ്ങോട്ട് കിടക്ക്. പോയി നന്നാ ഇങ്ങോട്ട് വാ. നന്ന ഇങ്ങോട്ട് വാ. നന്നാ മണ്ട മണ്ട ഇവിടെ ഇവിടെ എന്താ അടങ്ങിക്കാത്ത? കളിച്ച ചാടിക്ക ചാടിക്ക. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. വാല് വാലാണ് വേണ്ടേ. പോയി കുഞ്ഞോൾ. വേണ്ട. കുറച്ച് നേരം ഓളം മേലൊന്ന് പണിയെടുക്കാണ്ട് കേട്ടോ. ഡെയിലി ഇങ്ങനെ മുടി ഇതുകൊണ്ട് ഇങ്ങനെ ചീന്തി വെച്ച് കൊടുത്താൽ മുടി നല്ല ലോങ് ഹെയർ ആണത്. ഈ പൂച്ചേൻ്റെ പേര് തന്നെ. അപ്പോൾ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് ഡെയിലി എന്നും ഇങ്ങനെ ചീന്തി കൊടുക്കണം. അപ്പോൾ രാവിലത്തെ പണിയെ കുറച്ച് നേരം ഉണ്ട്. ഓടിപ്പോവും, എന്നാലും പിടിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി ഓളെ കാര്യങ്ങൾ കുറച്ച് നേരം നോക്കാനുണ്ട്. എന്നിട്ട് വേണം ഇനി ബാക്കി അടുക്കളത്തെ കറികളൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ നമ്മളെ മോർണിംഗ് റൂട്ട് ഇവിടെ അവസാനിപ്പിക്കുന്ന പിന്നെ ദിവസം കാണാം കേട്ടോ.